എന്നാലും പേടിച്ച് മരിച്ചാൽ ഈ നമ്മൾ എപ്പോഴും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ ചിന്താഗതികൾ എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ജന്മം. ഈ കുടുംബദോഷം കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ കാണും. എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം വരുമ്പം കൈ മറന്നു പോകല്ലേ, ഒന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്ന ഇതെല്ലാം കൂടി ചെയ്ത് മൊത്തം അവരുടെ ഭാവി എടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് അയക്കുമ്പോൾ അങ്ങനെ അല്പം ലേറ്റാവും. പക്ഷേ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റൂല, ഞാനത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തൃപ്തി വരണം. എന്റെ തൃപ്തി വരണതാണ് ലേറ്റ് ആവുന്നത്. അല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ തൃപ്തി അവർക്ക് താമസിച്ചാലും കിട്ടിയവർക്കാർക്കും പരാതിയില്ല. ഫലം സുനിശ്ചിതമാണ്. നമ്മളൊരു ദോഷ പരിഹാരം ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് കിട്ടും. ചിലർക്ക് ഡിലേ വരും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് 4 പാട് നോക്കി, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് രാത്രി അത് ഒരു അറിഞ്ഞൂടാത്ത സ്ഥലം, അസമയം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു യക്ഷിയമ്മ കോവിൽ ഇന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ ഒരു കൽവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി, ദൈവമേ യക്ഷിയമ്മ കോവിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കാനും പെട്ടെന്ന് ഒരു ആൽമരം നിന്ന് അതിൽ നിന്ന് ഒരു പച്ച കൊമ്പ് ഒടിഞ്ഞങ്ങ് താഴെ വീണു. സംഭവം പ്രശ്നമായി. കാരണം ബൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കില്ല. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഈ കബഡിയും ഇതെല്ലാം ഉള്ളതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അമ്മയിലെ അപ്പൂപ്പൻ ഒരു യോഗീശ്വരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പം ഞാൻ അസ്ട്രോളജിയൊക്കെ പഠിച്ചതിന് ശേഷം ക്ഷേത്രം വെച്ച് ആരാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പലയിടത്തും ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇവരെ ആരും പാലിക്കാതെ ഇവരെ മാക്സിമം ഉപയോഗിച്ച് കൊണ്ടുപോയതല്ലാതെ ഇവർക്കൊരു ഇത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ക്ഷേത്രം വീട്ടുകാരോ നാട്ടുകാരോ ആരും സഹകരിച്ചില്ല, കുടുംബക്കാരും സഹകരിച്ചില്ല. കാരണം ഇതൊക്കെ ചെലവ് വരുന്ന കാര്യമായതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ എല്ലാവർക്കും വേണം, അല്ലാതെ ഇതിൽ പൈസ മുടക്കിയുള്ള ഗുണം നമുക്കാർക്കും വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവരെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാനത് കൊണ്ടോ ഇല്ലയെന്ന് ആരെങ്കിലും പറഞ്ഞു തരണ്ടല്ലോ, നമുക്ക് എന്നെ നോക്കി കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ കണ്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എന്തായാലും അവർക്കൊരു ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം പണിഞ്ഞ് ഇപ്പം നിത്യപൂജയുണ്ട്. ബ്രാഹ്മണനല്ല നേരത്തെ പറഞ്ഞ പൂജ ചെയ്യുന്നത്, ഒരു അബ്രാഹ്മണനെ കൊണ്ടാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹം പണ്ട് യൂസ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു നാരായം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പോയിട്ട് അവസാനം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് ഒരു നാരായം മാത്രം. അപ്പോൾ ഈ നാരായം എങ്ങനെ എൻ്റെ അടുത്ത് 2 സാധനങ്ങൾ എനിക്ക് കിട്ടി. ഈ യോഗീശ്വര അപ്പൂപ്പ ഇരുന്ന ഒരു ഇരിപ്പ് പലവ, ഒരു ആമപ്പലവ, അറിയാമല്ലോ ആമപ്പലവ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ നാരായമുണ്ട്. അപ്പോൾ എൻ്റെ ഈ നാരായം ഞാൻ എപ്പോഴും കൊണ്ടു നടക്കും. ഞാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് ഈ നാരായം കയ്യിലെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തറയിൽ പത്മാസനത്തിലിരുന്ന് പെട്ടെന്ന് ഞാൻ തറയിലിരുന്ന് എന്തായാലും കൊല്ലും, പ്രാർത്ഥിച്ചിട്ട് മരിക്കാം. മനസ്സിലായില്ലേ? എന്നാലും പേടിച്ച് മരിച്ചാൽ ഈ നമ്മൾ എപ്പോഴും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ ചിന്താഗതികൾ എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ജന്മം. അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ മരിക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് കുറേ പണം വേണമെന്ന് പറഞ്ഞ് ആളുകളെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കും പോലെ പണം ബ്രഹ്മ, പണം വിഷ്ണു, പണം ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ പണമേ നമഃ എന്നാണ് ഇപ്പം പൂജാരിമാരെല്ലാം ജപിക്കുന്നത്. അതാണ് മൂലമന്ത്രം. അപ്പോൾ ഈ മൂലമന്ത്രം ജപിച്ച് മരിച്ചാൽ നമുക്ക് കുറച്ച് പണമൊക്കെ വരുമായിരിക്കും. അപ്പോൾ അത് വേണ്ട. പൈസയ്ക്കൊന്നും നമ്മൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഗുരുവിൻ്റെയും അമ്മയുടെയൊക്കെ സഹായം കൊണ്ട് പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും എന്നെ വരുത്താതെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഈ നാരായം കയ്യിലെടുത്തിട്ട് ഞാനിരുന്ന് തറയിലിരുന്ന് ഗുരുവിനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് എന്തെല്ലാം കാട്ടിക്കൂട്ടി അവസാനം ഈ നമ്മൾ ഉത്സവ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുരവയിടുമല്ലോ, ഈ പെണ്ണുങ്ങളൊക്കെ കുരവയിടും, അതുപോലെ കുരവയിട്ടു. എന്നിട്ട് ഞാൻ കണ്ണു തുറക്കില്ല. എന്തായാലും ഞാൻ വിചാരിച്ചെന്താണ് എന്നെ കൊല്ലും. ഞാൻ എന്തായാലും ഈ കണ്ട് പേടിച്ച് ചാവനില്ല. ഞാൻ ഇരുന്ന് കുറേ ഞാൻ പ്രാർത്ഥനയ്ക്കുള്ള കണ്ണും തുറക്കില്ല. കണ്ണു തുറക്കാത്ത എന്താണ്, ഇത് മുമ്പ് വന്ന് അല്ലാത്ത രൂപമൊക്കെ ആണെങ്കിൽ ഞാൻ പേടിച്ചു പോകുമ്പോൾ എൻ്റെ കൺട്രോളെല്ലാം പോകും. അപ്പോൾ ഞാൻ പേടിച്ച് ചാവും. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്ന് അത് കുറേ നിശബ്ദം. ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഉള്ള നിശബ്ദം, ഒന്നും കേൾക്കാനില്ല. അത് കഴിഞ്ഞ് ഒരാൾ ഒരു സൈക്കിളിൽ വന്ന് ബെല്ലടിക്കുന്നു എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈക്കിള് കൊണ്ടുവന്നിട്ട് എന്നെ അങ്ങനെ ആളുടെ രൂപത്തിൽ വന്ന്. അപ്പോൾ വാച്ച് നോക്കിയപ്പോൾ മണി 3:45. ഒരു കറവക്കാരായി സൈക്കിളിൽ നോക്കിയപ്പം ഒരു ബൈക്ക് മറിഞ്ഞ് കിടക്കണ്, ഒരുത്തൻ തറയിലിരിക്കുന്നു, ആക്സിഡൻ്റ് ആയി കിടക്കുകയാണെന്നും പറഞ്ഞ് ഇവൻ ഈ ഒരു ടോർച്ച് ലൈറ്റും അടിച്ചിട്ട്
വന്നു. വന്നിട്ട് ഞാൻ നേരെ എണീറ്റ് വണ്ടി സ്റ്റാർട്ടാവണം, ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഞാൻ പോയി. അതിനുശേഷം ഞാൻ വലിയ വീരവാദമൊക്കെ പറയുന്ന ആളാണ്. എന്നെ വേറെ പിന്നെ അതിനുശേഷം എന്നെ എവിടെയെങ്കിലും പൂജയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒന്നേ എന്നെ വിളിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടിയേ പോകുള്ളൂ. ആ ധൈര്യം മൊത്തം പോയി. നമ്മൾ പറയുമല്ലോ, ആ അഹങ്കാരം മൊത്തം അമ്മച്ചി തീർത്ത്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഭയക്കേണ്ടതിന് ഭയക്കണം, ആരാധിക്കേണ്ടതിന് 100%. ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒന്നും ഈ ആളുകൾ ഇല്ല എന്ന് പറയണ ആരെന്ന് ചോദിച്ചാൽ ഇതെല്ലാം പറയും. വേണമെങ്കിൽ ആളുകളെല്ലാം തമാശയ്ക്ക് പറയാം, പല ഇതൊന്നും അനുഭവം ഇല്ലാത്തവർ പറയാം ഇത് കള്ളമാണ്, ഇതൊക്കെ ഇതിലൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറയും. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് അനുഭവമില്ല. അനുഭവം ഉള്ളവർക്ക് ഇതെല്ലാം ഉണ്ട്. പ്രപഞ്ചത്തിൽ ഇതെല്ലാ ശക്തികളും ഉണ്ട്. നമ്മൾ പറയണ ദൈവങ്ങളെ പോലെ ഈ ഇങ്ങനത്തെ ശക്തികളും പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് ബാധയുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞു വന്നാൽ നമുക്ക് എത്രയോ അനുഭവങ്ങൾ പലയിടത്തും എനിക്ക് പറയാൻ. ഇന്നത്തെ കാലത്തും ഈ നോക്കാൻ വരുമ്പോൾ ബാധ കൂടിയവരെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. 100% ഇപ്പോഴും ഉണ്ട്. ഈ ദോഷമുള്ളവരുണ്ട്. നമ്മളിപ്പം പൂജ കർമ്മങ്ങളായിട്ട് വരുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് കുടുംബ ദോഷങ്ങളാണ്. ഇപ്പം നമ്മൾ ഒരു പ്രശ്നം വെച്ച് നോക്കുന്ന വ്യക്തിയുടെ ദോഷത്തെക്കാൾ അവരെ ബാധിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ദോഷഭാവമാണ്. ഈ കുടുംബ ദോഷങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കും. എത്ര ആളുകൾ ഇപ്പം തന്നെ ഉദാഹരണം ഒരു ബിസിനസ് ചാടി വീഴുന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഉദാഹരണമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബിസിനസ് ചെയ്യുന്ന ആൾ എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓലയും കൊണ്ട് ബിസിനസ്സിന് പോകും ജോത്സ്യൻ്റെ അടുത്ത്. ജോത്സ്യം നോക്കുമ്പോൾ പറയും, നിങ്ങൾക്കിപ്പോൾ വ്യാഴദശയാണ് അല്ലെങ്കിൽ ശുക്രദശയാണ്, അതിൽ വ്യാഴത്തിൻ്റെ അപകാര കാലമാണ്, നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ എന്ന് പറയും. യവൻ നേരെ പോയി ബിസിനസ് ചെയ്യും, സൂപ്പറായിട്ട് പൊട്ടും. അങ്ങനെ പൊളിഞ്ഞ് തരിപ്പണമായി വന്നത്. നമ്മൾ അവൻ്റെ ജാതകം എടുത്ത് നോക്കുമ്പോഴും അവന് നല്ല സമയം എങ്ങനെ പൊളിഞ്ഞു. അവിടെയാണ് നമുക്ക് നോക്കുമ്പോൾ അവനിൽ കുടുംബ ദോഷഭാവം കാണും. അപ്പോൾ നമ്മൾ അവനെ അപ്പോഴാണ് നമ്മൾ നേരെ നോക്കുക. ഈ കുടുംബ ദോഷം കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കാണും. അവൻ്റെ കയ്യിൽ വരച്ചിരിക്കും, ഇവന് കുടുംബ ദോഷമുണ്ട്, ഇവന് നെഗറ്റീവ് ദോഷമുണ്ട്, ഇവൻ ഈ ഇപ്പം ബിസിനസ് ചെയ്യരുത്. ഈ ജാതകം നോക്കിയിട്ട് നമ്മൾ ചാടി വീഴുന്ന ചെയ്ത് പലപ്പോഴും ഈ അപകടം വരുന്നതെല്ലാം ഇതിൽ കാണും. അതുപോലെ എല്ലാ കാര്യത്തിലും ഈ ജാതകമാണ് കറക്റ്റ്. ജാതകമാണ് ശരിക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അതിൻ്റെ ഒരു പുത്രം മാത്രമാണ് ഹസ്തരേഖ. പക്ഷേ ഇന്ന് നമുക്ക് ഹസ്തരേഖയെ കൂടുതൽ ആശ്രയിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു നെഗറ്റീവ് ദോഷം നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് ദോഷത്തെ മനസ്സിലാക്കാനായിട്ട് ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ദുബായിലേക്ക് പോണു. അമേരിക്കയിൽ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് അമേരിക്കയിലെ ഏകദേശം 50 സ്റ്റേറ്റുകളുള്ളതിൽ ഏകദേശം സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പോകുമ്പോൾ അവിടെ കൂടുതൽ പേരും പറഞ്ഞത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യൻസാണ് കൂടുതൽ വേണം. അപ്പോൾ എനിക്ക് ആരുടെയും ജാതകമോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും വേണ്ട. എനിക്കതൊന്നും വേണ്ട. ഞാൻ ഒരാൾ വന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത്, ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയാൽ എന്ത് വേണം, അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, അല്ലെങ്കിൽ അവന് ജാതകം വേണം, നക്ഷത്രം എന്തെന്ന് അറിയണം. ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പലർക്കും കൈവീശി വന്നിട്ട് അവരെ കൈവീശി. ഞാൻ എന്നോട് ചോദിക്കും, സാറേ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നുണ്ട്, എൻ്റെ കയ്യിൽ വേറെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം വരുമ്പം കൈ മറന്നു പോവല്ലേ, കൈ രണ്ടും കൊണ്ടുവരണം. ഈ 2 കൈ കൊണ്ടുവന്നാൽ അവൻ്റെ A to Z ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്കാനിങ് മെഷീനാണ്. ഒരാളിനെ സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കയ്യിലൂടെ. അത് അവൻ്റെ ഭാഗ്യമാവട്ടെ, നിർഭാഗ്യമാവട്ടെ, അവൻ്റെ ആയുസ്സാവട്ടെ, അവൻ്റെ രോഗമാവട്ടെ, ഇത് കംപ്ലീറ്റ് അവൻ്റെ കയ്യിൽ വരച്ചിരിക്കും. ഇതിനെ നമുക്ക് നോക്കിയിട്ട് പരിഹരിച്ചു കൊടുത്താൽ മതി. അത് കുടുംബത്തിലെ പ്രോബ്ലം ആണെങ്കിൽ കുടുംബത്തിലെ പ്രോബ്ലം, ചിലപ്പോൾ ഭാര്യയുടെ ഭാഗത്തുള്ള ചിലർ കല്യാണം അനന്തരം നശിച്ചു പോകും. ഈ വരുന്ന കുട്ടിയുടെ ദോഷം ഇവനിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പിള്ളേരുടെ ദോഷം ബാധിക്കും. അപ്പോൾ ഇതിന് മാറ്റാവുന്നുള്ളതേ ഉള്ളൂ. നമുക്കതിനെ മാറ്റിക്കൊടുത്താൽ അവരെ ഫാമിലി ലൈഫ് ഭംഗിയായിട്ട് പോകും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് അതുതന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും വിദേശത്ത് ഇങ്ങനെ ഓരോ ആൾക്കാർ നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാൻ ഈ രാജ്യത്ത് ഈ 49 ഇപ്പം കാനഡയിലും കൂടി ഇപ്പോൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ 50 രാജ്യത്തേക്ക് പോവുകയാണ്. ഈ രാജ്യത്തെല്ലാം പോയി എന്നെ ഓരോരുത്തർ വിളിച്ചു പോയതാണ്, അല്ലാതെ എൻ്റെ അതിനുള്ള നിവർത്തിയൊന്നുമില്ല. അപ്പോൾ എന്നെ ഓരോ സംഘടനക്കാർ ഓരോരുത്തർ എന്നെ ക്ഷണിക്കും. അപ്പോൾ ഇതെങ്ങനെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞിട്ട്, കാരണം അവരെല്ലാം എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ എന്നെ മാത്രം അങ്ങോട്ട് വലിച്ചാൽ മതിയല്ല. അല്ല, അവർ ഒരു ആളിനെ കാണാൻ വേണ്ടി ചിലപ്പോൾ ലീവ് കിട്ടണമെന്നില്ല. അവർക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കണം. എന്തായാലും കൈ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ തന്നാലും ഓൺലൈനിലെ കയ്യെ നമുക്ക് അയക്കാം, ഓൺലൈനിൽ കറക്റ്റ് ആവും. എന്നാലും നമുക്ക് ഡയറക്റ്റ് നോക്കുന്നതിൻ്റെ എഫക്റ്റ് വരത്തില്ല, ഒരു സുഖം വരത്തില്ല. സംശയം ഇതുപോലെ നമുക്ക് ലൈവായിട്ടിരുന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം
വരത്തില്ല. മറ്റേ നമുക്ക് കയ്യിൽ ഈ രേഖാശാസ്ത്രത്തിൻ്റെ രേഖകളെല്ലാം കാണാൻ പറ്റും, നമുക്ക് സ്കാൻ ചെയ്താൽ ചെന്നാലും. അത് അപ്പോൾ എന്നാലും നേരിട്ടാകുമ്പോൾ നമുക്ക് ഉള്ള സംശയങ്ങളും ഇതുമൊക്കെ ദൂരീകരിച്ച് അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ യു എസിൽ നിന്ന് വീഡിയോ കാണുന്നവരാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ ജയനാരായൺജി യു എസിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല പറയണം, ഒരുപാട് അത് തന്നെ ഒരുപാട് പേരെ കാണാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ സാർ, ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് വിദേശത്തും ഇവിടെയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കഷ്ടപ്പെടുന്നവരുണ്ട് അവിടെയും. നമ്മൾ വിചാരിക്കും US, ഞാൻ ന്യൂയോർക്കിൽ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് JFK എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു അമേരിക്കക്കാരൻ ഇറന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ സാർ? അപ്പം നമ്മൾ വിചാരിക്കും പിച്ചക്കാരൻ ഇന്ത്യയിൽ മാത്രമേ ഉള്ളെന്ന്. അമേരിക്കക്കാരൻ വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് ഇറക്കുന്നത്. അവൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നല്ല ഷൂ ഒക്കെ കെട്ടി ഒരു ഇത് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു വീണ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചില്ലറ പൈസ ഇടുന്നു, അവിടെ ഡോളർ ഇടുന്നു. രണ്ടും സംഭവം ഒന്ന് തന്നെ. അപ്പോൾ പിച്ചക്കാരെ അവിടെയുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കാനഡ എവിടെയോ ഏതൊരു രാജ്യത്തുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുകയാണ്, സാറേ ഞാൻ പണ്ടെന്തോ ഞാൻ ആരുടെ നമ്പർ കൊടുത്തു, അവർ ചെറിയ ദക്ഷിണ എന്തോ വാങ്ങിയിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നീട് അവരൊരു പൂജാരിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ വലിയ എമൗണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല സാറേ, തൽക്കാല ആശ്വാസത്തിന് ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ രാജ്യത്തിരുന്നുകൊണ്ട് എനിക്ക് കേരളത്തിലുള്ളവരെ മാത്രമേ അറിയുള്ളൂ, ഇത് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞു തരാനാ എന്ന് പറഞ്ഞു. അപ്പം വിദേശ രാജ്യങ്ങളിൽ പുറമേ നോക്കുന്നവർക്ക് എന്താ പ്രശ്നം? അവൻ അമേരിക്കയിലാണ്, കാനഡയിലാണ്, UK അതെ, അവരൊക്കെ അവിടെ അനുഭവിക്കുന്ന അനുഭവം വളരെ അനുഭവിക്കുന്ന. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ദുബായിൽ ഞാൻ സ്ഥാപനമായിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ നാട്ടിനേക്കാൾ കഷ്ടതയാണ്. നാട്ടിൽ വീണ്ടും അവർക്ക് എന്നുവെച്ചാൽ വിദേശത്തുനിന്ന് ഒരു വിഭാഗക്കാർ മാത്രമേ രക്ഷപ്പെട്ടവരുള്ളൂ. നമ്മൾ വിചാരിക്കും എല്ലാവരും ഗൾഫുകാരെന്ന് പറയും. അവിടുന്ന് നാട്ടിൽ വരാൻ പറ്റാതെ, കാരണം എങ്ങനെ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? ഒരു വീടില്ല, കയർക്കിടക്കാട് ഇല്ല, ഒരു സ്ഥലമില്ല. അവിടുന്ന് ഇവിടെ വന്നാൽ എന്ത് ജോലി ചെയ്യും? അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേര് ദുബായിൽ, ഗൾഫ് കൺട്രീസിലുണ്ട്. നമ്മൾ വിചാരിക്കും അവർ ദുബായിലാണ്, ഒരു ദുബായ്ക്കാരൻ അല്ലെങ്കിൽ. പക്ഷേ അമേരിക്കയൊക്കെ അതുപോലെയല്ല, ദുബായ് പോലെയൊന്നുമല്ല. അവിടെയൊക്കെ കുറച്ചുകൂടി സേഫാണ്. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്താൽ പൈസ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളിയുടെ വീഡിയോ ഉണ്ട്, കാനഡയിൽ നിന്നാണ് തോന്നുന്നത്, പെയിന്റിംഗ് ആണ്. ഇതൊക്കെ ഇഷ്ടമുള്ളൂ വന്നോ, മണിക്കൂറിന് 1000 രൂപ കിട്ടും, ഒരു ദിവസം പണിയെടുത്ത് 800 രൂപ കിട്ടും. മണിക്കൂറിന് ദുബായിൽ ഒരു മണിക്കൂർ പെയിന്റിങ്ങിനൊക്കെ പോയാൽ, അല്ല അമേരിക്കയിൽ പെയിന്റിങ്ങിന് പോയാൽ $15 കിട്ടും. $15 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 1500 രൂപ കിട്ടും ഒരു മണിക്കൂറിന്. 10 മണിക്കൂർ ജോലി ചെയ്താൽ മതി. 10 മണിക്കൂർ ഡെയിലി ജോലി ചെയ്താൽ അവന് ഡെയിലി 10-15,000 രൂപ കിട്ടും. അത് ഏറ്റവും കുറഞ്ഞ ജോലിക്ക്, പുല്ലുവെട്ടുകാരനും മറ്റവനുള്ള ശമ്പളമാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ജോലി എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ ഹസ്തരേഖയിൽ പ്രയോജനം. കാരണം അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ടൈമില്ല, ബാക്കി കാര്യങ്ങളില്ല, നക്ഷത്രം അറിഞ്ഞുകൂടാ, ഒന്നുമില്ലാതെ ഒരു ജോത്സ്യൻ എന്ത് പറയുമെന്ന് പറയണം. മനസ്സിലായി. ഒരു ജോത്സ്യൻ ഒന്നും പറയാൻ പറ്റത്തില്ല. എത്ര വലിയ മിടുക്കനായ ജോത്സ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം വെച്ചൊക്കെ പറയാം. പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം വ്യക്തമാവും, അടുത്ത പ്രശ്നങ്ങൾ വ്യക്തമായാലായി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പ മാർഗമാണ് ഹസ്തരേഖ. അപ്പോൾ ഈ പല ആളുകളും ജയനാരായൺജിയുടെ ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് അങ്ങേ ഈ സ്കാൻ ചെയ്ത് അയച്ചു തന്നിട്ട് സമയത്ത് ഇതിന്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് അവർക്കറിയില്ല, 1-2 പേരല്ല, ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ. ഇതിലൊരു കാര്യം വന്ന അത് വലിയൊരു കാര്യമാണ്. കാരണം ഈ ഹസ്തരേഖ നമ്മളൊരാൾ ലൈവായിട്ട് വന്ന് കൺസൾട്ട് ചെയ്യും പോലെ നമുക്ക് ഈ ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. ഓൺലൈനിൽ ഈ കൈ അവർ അയച്ചു തരുന്ന കൈയെ കമ്പ്യൂട്ടറിലാക്കി ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് അതിനെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ചെയ്താണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം കംപ്ലീറ്റ്, കാരണം ഒരാളിനെ കാണാത്ത ഒരാളിൻ്റെ ഫലം പറയാണ്. നമുക്ക് അല്ലാതെ വന്നിരിക്കുന്ന ഒരാൾ യവൻ മുണ്ടിയാണോ, യവൻ ഞൊണ്ടിയാണോ, യവൻ നല്ല സൈസ് ഉള്ളവനാണോ, ഇതൊക്കെ നമുക്ക് കാണാം. മറ്റത് 2 കൈ മാത്രം കണ്ടിട്ട് അവരുടെ ഭാവി ഫലം മൊത്തം പറയാണ്. ഈ ഭാവി ഫലം കേട്ടിട്ടാണ് അവർ പലരും അടുത്ത ആളിൻ്റെ ആ വീട്ടിലുള്ള തന്നെ ഒരാൾ കണ്ടിട്ട് അടുത്ത ആളിൻ്റെ അയക്കുകയാണ്. ഈ അയച്ച് വരുമ്പം എനിക്ക് ഇപ്പം വിദേശ രാജ്യങ്ങളിലെല്ലാം പോണിടത്തുനിന്നെല്ലാം ഇങ്ങനെ കൈയാണ് പിന്നെ അയക്കുന്നത്. അത്യാവശ്യം വേണ്ട. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് ഇത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു, ഇത് പുള്ളിക്കൊന്ന് നോക്കിയിട്ട് പറയാൻ എന്തിനാ ഇത്രയും ദിവസം? അവർക്കറിയില്ലല്ലോ ഒരുപാട്. കാരണം നമുക്കല്ലാതെ ഒരാളിനെ നോർമലി ഒരാൾ വന്നാൽ ഒരു അരമണിക്കൂർ സമയം മതി. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് അത്യാവശ്യ കാര്യം നമുക്ക് അരമണിക്കൂർ കൊണ്ട് ലൈവായിട്ട് അവരെ കാര്യങ്ങൾ പറയാം. പക്ഷെ നമുക്ക് അല്ലാതെ പറയണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും.
അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇരുന്ന് നോക്കിയാൽ തന്നെ 4-5 പേരുടെ ഫലം ഒരു ദിവസം മൊത്തം ഇരുന്ന് നോക്കിയാൽ പറയാൻ പറ്റും. ഒരു 10 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. ഒന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കണം, ഇതെല്ലാം കൂടി ചെയ്ത് മൊത്തം അവരുടെ ഭാവി എടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് അയക്കുമ്പം അങ്ങനെ അല്പം ലേറ്റാവും. പക്ഷേ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റൂല, ഞാനത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തൃപ്തി വരണം, എന്റെ തൃപ്തി വരുന്നതാണ് ലേറ്റ് ആവണേ. അല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവർക്ക് അയച്ചു കൊടുത്ത തൃപ്തി അവർക്ക് താമസിച്ചാലും കിട്ടിയവർക്ക് ആർക്കും പരാതിയില്ല. കിട്ടിയില്ല എന്നുള്ള പരാതി അല്ലാതെ കിട്ടിയതിന് ശേഷമുള്ള പരാതികൾ ഇല്ല. പിന്നെ ആളുകൾക്കെല്ലാം പ്രശ്നമാണ്, നമ്മളൊരു കാര്യം അറിഞ്ഞ് നമ്മളിപ്പോൾ അമ്പല പരിഹാരമോ മറ്റു പരിഹാരമോ പറയണം. ഈ പരിഹാരം ചെയ്ത് ഉടനെ റിസൾട്ട് വേണം. ഞാൻ 3 ശനിയാഴ്ചയായിട്ട് നീരാഞ്ജനം കത്തിക്കുന്നു, വലിയ റിസൾട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് എന്ന് പറയണത് നമ്മളെ ആത്മാവിൽ കടന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവ് ഫലങ്ങളാണ്. ഈ നെഗറ്റീവ് ഫലം മാറി വരാനായിട്ട് ഒരു അസുഖം മരുന്ന് കഴിച്ചാൽ പോലും പിറ്റേന്ന് റിസൾട്ടൊന്നും വരില്ല. ഒരു പനി വന്നാൽ പോലും ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിക്കണം. അപ്പോൾ ഇത്രയും ഇതായിട്ട് എടുക്കണം. ആളുകൾക്കെല്ലാം പെട്ടെന്ന് ഫലം വേണം. ചിലത് പെട്ടെന്ന് കിട്ടും. ഈ ദോഷത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ചാണ് ഫലത്തിൽ ഡിലേ വരുന്നത്. ഫലം സുനിശ്ചിതമാണ്. നമ്മളൊരു ദോഷ പരിഹാരം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് കിട്ടും. ചിലർക്ക് ഡിലേ വരും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.